ശരിക്കും ഈ രാശിയുടെ മുഴുവൻ പ്രകൃതവും ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്വരൂപം പറഞ്ഞില്ലേ, ഈ സ്വരൂപത്തിൻ്റെ മുഴുവൻ സ്വഭാവം പ്രകൃതം ഉൾക്കൊള്ളുന്നവർ ഈ ഉത്രാടക്കാരാണ്. ചില കുട്ടികളെ സംബന്ധിച്ചേ എന്നെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുട്ടികൾ കരഞ്ഞൊക്കെ വരും. അപ്പോൾ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ ആ കുട്ടിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതേസമയം ചില കുട്ടികൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്നെ അമ്മ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പം എന്താ പറഞ്ഞേ, അങ്ങോട്ട് പോവണ്ട പറഞ്ഞു, ഒറ്റ സെൻറ്റൻസേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ കുട്ടിക്ക് ഈ 1 മണിക്കൂർ ചീത്ത പറഞ്ഞ കുട്ടിക്ക് ഉണ്ടായ സെയിം ഫീൽ തന്നെയായിരിക്കും ഒരു കുഞ്ഞു സെൻറ്റൻസ് പറഞ്ഞാലും ഫീലിംഗ് അല്ലേ? അതെ, ഹേർട്ടാവും. അപ്പോൾ ഈ വ്യക്തികൾ മറ്റുള്ളവരെ ഇങ്ങനെ ഹേർട്ട് ചെയ്യും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വെളിച്ചമേകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ പണ്ഡിത ശ്രീമതി ശാരദ അന്തർജനമാണുള്ളത്. ശാരദ മാഡം നമസ്തേ. നമസ്തേ. നമുക്ക് 27 നക്ഷത്രങ്ങളാണുള്ളത്. ഈ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഉത്രാടം നക്ഷത്രക്കാരുടെ പ്രത്യേകതകളെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും 27 നക്ഷത്രങ്ങൾ നമ്മൾ പറയണം. അപ്പോൾ ഇവിടെ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ഇതിലേതെങ്കിലും ഒരു നക്ഷത്രം ഉദിക്കുന്ന ദിവസത്തിലായിരിക്കും. അതല്ലെങ്കിൽ ആ നക്ഷത്ര ഭാഗത്ത് ചന്ദ്രൻ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ആ നക്ഷത്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യർക്കും നമുക്കറിയാലോ, നമ്മുടെ ചുറ്റിനുമുള്ള ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അപ്പോൾ അപൂർവം ചിലപ്പോൾ ചില സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ട്വിൻ സിസ്റ്റേഴ്സ് തമ്മിലൊക്കെ സാമ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് തമ്മിൽ ചില സാമ്യങ്ങളുണ്ടാവും. പക്ഷേ ഏറ്റവും അധികം വ്യത്യസ്തതകളാണുള്ളത്, അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ നക്ഷത്രത്തിൽ ജനിക്കണ വ്യക്തികൾക്കും ഓരോ പ്രത്യേകതകളും സ്വഭാവ രീതികളും ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ ഓരോ നക്ഷത്രത്തിനും ഓരോ തരം ഫലത്തെയാണ് പറയുന്നത്. അതിൽ തന്നെ ഇത് ചന്ദ്രരാശി എന്നാണ് പറയുക. കൂറ്, ചന്ദ്രാശ്രിത രാശി, ചന്ദ്രലഗ്നം എന്നൊക്കെയാണ് പറയുക. നമ്മുടെ എല്ലാ നക്ഷത്രത്തിനും ഓരോ നക്ഷത്രം, അതായത് ഇപ്പം അശ്വതി നക്ഷത്രമാണെങ്കിൽ പിന്നെ അശ്വതി മേടൻ രാശിയിലാണ് ചന്ദ്രനെ നമ്മൾ അടയാളപ്പെടുത്തുക നമ്മൾ ജാതകം എഴുതുമ്പോൾ. അപ്പോൾ ഈ ചന്ദ്രാശ്രിത രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. അപ്പോൾ ഈ ചന്ദ്രാശ്രിത രാശി വെച്ചിട്ട് നമ്മൾ ഫലം പറയുന്നുണ്ട്. കൂടാണ്ട് നമ്മൾ ജനിക്കണ സമയത്ത് ഉദിക്കുന്ന രാശിയെ ലഗ്നം എന്ന് വിളിക്കും, ലഗ്നം വെച്ചിട്ടും ഫലം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിശ്ര ഫലമായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ മിശ്ര സ്വഭാവമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക. കൂടാതെ ലഗ്നാധിപൻ നിൽക്കുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ സ്വാധീനിച്ചിട്ടാണ് ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നത്. തീർച്ചയായും. അപ്പോൾ ഇതിലെ മെയിൻ പാർട്ട് തന്നെയാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് കോമൺ ആയിട്ടൊരു സ്വഭാവം, ഭരണി നക്ഷത്രത്തിനൊരു സ്വഭാവം, ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട്. അതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട് ഈ ജനിക്കുന്ന സമയത്തിനനുസരിച്ചിട്ടും ബാക്കി ഗ്രഹനിലകൾക്കനുസരിച്ചിട്ടും. എങ്കിലും ചില പൊതു സ്വഭാവങ്ങൾ ഇവരിലുണ്ടാകും. അത്തരത്തിൽ നോക്കുമ്പോൾ ഉത്രാട നക്ഷത്രം എന്ന് പറയുന്നത് ധനു മകരം രാശികളിലായിട്ടാണുള്ളത്. ഉത്രാടത്തിൻ്റെ കുറച്ച് ഭാഗം ധനുരാശിയിലും, മൂലം പോരാട് ഉത്രാടം കാലാണ് ധനുരാശിയിൽ വരുന്നത്. അപ്പോൾ ഉത്രാടത്തിൻ്റെ 1/4 ഭാഗം ധനുരാശിയിലും 3/4 ഭാഗം മകരരാശിയിലും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പം മകരരാശിയിൽ വരുന്ന ഉത്രാടം അത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നണം, കാരണം 3/4 ഭാഗം അപ്പുറത്താണ് വരുന്നത്. അപ്പോൾ ഈ മകരരാശിക്ക് ഒരു സ്വരൂപമുണ്ട്. മകരരാശിയുടെ സ്വരൂപം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. രാശികളുടെ ഇങ്ങനെ ജ്യോതിഷ പുസ്തകങ്ങളുടെ ഒക്കെ കവർ പേജ് എന്ന് പറയുന്നത് രാശികളുടെ പടം അല്ലേ? 12 രാശികൾ, അതിനകത്ത് മേടത്തിൽ ആടുണ്ടാകും, വൃഷഭത്തിലൊരു പശുവോ കളയോ ഉണ്ടാകും. അങ്ങനെ ഈ മകരരാശിയുടെ സ്വരൂപം എന്നാണ് പറയുക. മാനും മുതലയും ചേർന്നതാണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്: ഒരു മാൻകുട്ടി വെള്ളം കുടിക്കാനായിട്ട് പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ഫ്രണ്ടിലെ 2 കാലും വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ വെള്ളം കുടിക്കാൻ ഇങ്ങനെ ആയുമ്പോഴാണ് മുതലയെ കാണുന്നത്. മുതലയെ കണ്ട വഴി അപകടം മനസ്സിലായപ്പോൾ മാൻ തിരിയും. പക്ഷെ അപ്പോഴേക്കും മുതല ഇതിൻ്റെ കാലിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മുതലയുടെ വായിലേക്ക് കാലകപ്പെട്ടിട്ട് നിൽക്കുന്ന മാൻകുട്ടിയുടെ രൂപമാണ് ഉത്രാടം
ഈ ഉത്രാട നക്ഷത്രം ഉൾപ്പെടുന്ന മകരരാശി. മകരരാശി. അതിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം ഇത്രയും നക്ഷത്രം മകരരാശിയിൽ വരുന്നുണ്ട്. അവിട്ടത്തിൻ്റെ കുറച്ച് ഭാഗം. എങ്കിലും ശരിക്കും ഈ രാശിയുടെ മുഴുവൻ പ്രകൃതവും, ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്വരൂപം പറഞ്ഞില്ലേ, സ്വരൂപത്തിൻ്റെ മുഴുവൻ സ്വഭാവം പ്രകൃതം ഉൾക്കൊള്ളുന്നവർ ഈ ഉത്രാടക്കാരാണ്. എല്ലാ രാശികൾക്കും അങ്ങനെ തന്നെയാണ്. മേടൻ രാശി ആടിൻ്റേതായിട്ടുള്ള സ്വഭാവം ഉൾക്കൊള്ളുന്ന ഈ 3 നക്ഷത്രത്തിന് മുഴുവനായിട്ടല്ല വരുന്നത്. അതിലൊരു നക്ഷത്രത്തിനാണ് അതിൻ്റെ ഒരു 90% വരുന്നത്. അതേ എല്ലാ രാശികൾക്കും അങ്ങനെയുണ്ട്. ഇതിൽ മകരത്തിന്, ഉത്രാടത്തിനാണ് ഇതിൻ്റെ ഒരു 90% വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മാനിൻ്റെ സ്വഭാവവുമുണ്ട്, മുതലയുടെ സ്വഭാവവുമുണ്ട്. മാത്രമല്ല ഇതൊരു ജലരാശി കൂടിയാണ് അല്ലേ, വെള്ളത്തിലല്ലേ, ഈ വെള്ളം കുടിക്കാൻ ചെന്നപ്പോഴല്ലേ ജലരാശിയാണ്. അപ്പോൾ ചരരാശിയാണ്. അങ്ങനെ രാശികളിൽ തന്നെ കുറേ കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. രാത്രി രാശികളുണ്ട്, പകൽ രാശികളുണ്ട്, ഇങ്ങനെ കുറേ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് മാനിനെ നമുക്കറിയാം, വളരെ സാധു ജീവിയാണ്, വളരെ സോഫ്റ്റാണ്, ആർക്കും എടുത്ത് ഓമനിക്കാൻ തോന്നുന്നതാണ്. അതുപോലെ ഇത് ജീവിക്കുന്നത് ഒരു ഇങ്ങനെ ചെറിയ ചെറിയ കുറ്റിക്കാടും കുറച്ച് പൂക്കൾ, കുറച്ച് വെള്ളിച്ചെടികൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മുതല അല്ലേ. അതൊരു ഹിംസ്ര ജീവിയുടെ കണക്കിൽ തന്നെയാണ് നമ്മൾ മുതലയെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നവരാണ് ഉത്രാടക്കാർ, മകരക്കുറുകാർ. അതെ തന്നെ, അത് പ്രത്യേകിച്ച് ഉത്രാടക്കാർ. അവരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് അവരുടെ ഏറ്റവും അടുത്ത് ഇടപെടുന്നവരല്ലാത്ത ബാക്കി ഫാമിലി മെമ്പേഴ്സ് ആയാലും അവരുടെ ചുറ്റുമുള്ള ആളുകളായാലും നോക്കുമ്പോഴത്തേക്ക് വളരെ നല്ല വ്യക്തിത്വം, നല്ല മനുഷ്യൻ, അയ്യോ സാധു, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അയാളുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയോ ഭർത്താവോ മക്കളോ അവർക്ക് മാത്രമേ ഉള്ളൂ കുറ്റം. ഈ വ്യക്തിക്ക്, അതായത് അത്രയും സ്നേഹം, ഏറ്റവും മൃദുവായിട്ട് സംസാരിക്കുന്നവർ, സ്നേഹത്തോടെ സംസാരിക്കുന്നവർ, ഒരു ഇങ്ങനെ തെരുവിൽ കൂടി നടന്നു പോവുകയാണെങ്കിൽ അവിടെ ഒരു കുഞ്ഞിനെ കണ്ട് അവരെടുക്കും. അത്രയ്ക്ക് കുട്ടികളെ ഇഷ്ടം, പൂക്കളെ ഇഷ്ടം, സോഫ്റ്റായിട്ടുള്ള എല്ലാത്തിനും, മൃദുവായിട്ടുള്ള എല്ലാത്തിനോടും ഇഷ്ടമാണ്. ഏറ്റവും മൃദുവായിട്ട് ഇവർ സംസാരിക്കുള്ളൂ, ഏറ്റവും സ്നേഹത്തോടു കൂടി ആരെയും വിശ്വസിക്കും. ഇങ്ങനെയെല്ലാമുള്ള വളരെ ക്ലീൻ ഇമേജിലുള്ള ഒരു ഭാവം. അതെ, ഇതെല്ലാം കഴിഞ്ഞ ഒരു പിടുത്തം ഇങ്ങോട്ട് വിടാനുണ്ട് ഇവരുടെ. അത് വിട്ട് കഴിഞ്ഞാൽ തന്നി മുതലയും ഒരു രക്ഷയില്ല. കാരണം അവർ എന്താ പറയുക, അവരോട് ഒട്ടി നിൽക്കുന്നവരെ കൂടുതൽ തന്നിലേക്ക് വലിച്ച് നിർത്താൻ, എൻ്റേത് മാത്രം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർ കൊണ്ടുവരും. അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സമ്മതിക്കില്ല. പിന്നെ അതേപോലെ തന്നെ അപകടം, അതായത് ഈ വ്യക്തിയുടെ ആ സോഫ്റ്റ്നെസ് മാറി അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹിംസ്രജീവി തന്നെയാണ്. അവർ വല്ലാതെ വേദനിപ്പിക്കും, എന്നാൽ ഭയങ്കരമായിട്ട് പറയൊന്നും വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഈ എന്താ പറയുക, ചില കുട്ടികളെ സംബന്ധിച്ചേ എന്നെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുട്ടികൾ കരഞ്ഞൊക്കെ വരും. അപ്പോൾ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ ആ കുട്ടിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതേസമയം ചില കുട്ടികൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്നെ അമ്മ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പം എന്താ പറഞ്ഞേ, അങ്ങോട്ട് പോവണ്ട പറഞ്ഞു, ഒറ്റ സെൻറ്റൻസേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ കുട്ടിക്ക് ഈ 1 മണിക്കൂർ ചീത്ത പറഞ്ഞ കുട്ടിക്കുണ്ടായ സെയിം ഫീൽ തന്നെയായിരിക്കും ഒരു കുഞ്ഞു സെൻറ്റൻസ് പറഞ്ഞാലും ഫീലിംഗ് അല്ലേ. അതെ, ഹേർട്ടാവും. അപ്പോൾ ഈ വ്യക്തികൾ മറ്റുള്ളവരെ ഇങ്ങനെ ഹേർട്ട് ചെയ്യും. 1 മണിക്കൂറൊന്നും പറയണ്ട, അതെ, ഒരൊറ്റ സെന്റൻസ് കൊണ്ട്, ഒരൊറ്റ വാക്ക് കൊണ്ട് സ്വയം വേദനിക്കുകയും ചെയ്യും. അതെ, ഈ മാനിന്റെ പോലെ തന്നെയാണ്. ഒരു കുഞ്ഞു മുറിവുണ്ടായാൽ പോലും ഇവർക്ക് വേദനിക്കും. അതേസമയം ചിലപ്പോൾ ഇവര് തന്നെ മുതലയാവും. മനസ്സിലായി. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ് ഇവരുടെ സ്വഭാവം എന്ന് ഉറപ്പിച്ചുകൂടെ ഒരിക്കലും. എപ്പോൾ വേണമെങ്കിലും നിറം മാറും. പക്ഷെ പൊതുവെ എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ നയത്തിൽ കൊണ്ടുപോകാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഇവരോളം നന്മയുള്ള മനുഷ്യർ വേറെയില്ല. അത്രയും വിശാല ഹൃദയരും സഹായിക്കാനുള്ള മനസ്ഥിതിയുള്ളവരും ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ ഉത്രാടം നാളുകാർക്ക്
ഈ ശനിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലുണ്ടെന്ന് ഉണ്ട്. കാരണം അവരുടെ ലഗ്നാധിപൻ ശനിയാണ്. ശനിയാണ്. മകരരാശിയുടെയും കുംഭരാശിയുടെയും അധിപൻ ശനിയാണ്. അപ്പോൾ ഈ ശനി ജാതകത്തിൽ നല്ല സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തികളൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി അങ്ങനെ തന്നെയാണ്. എപ്പോഴും എനർജറ്റിക്കലായിട്ട്, എന്ത് വേണമെങ്കിലും എന്ത് ജോലിയും ചെയ്യാൻ സന്നദ്ധരായിട്ട്, അതിനൊരു ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. ഇപ്പം ചിലർ അയ്യോ ഇതാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആ തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള മഹത്വം കണ്ടിട്ട് ചെയ്യാൻ ഇവർ തയ്യാറാണ്. അങ്ങനെയുള്ളതാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുക. അത് നേരത്തെ പറഞ്ഞ, അതായത് ഇവരെ ഏറ്റവും മൃദുവായിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എത്ര കുറഞ്ഞ എന്ന് നമ്മൾ അയ്യോ ഇങ്ങനെ ഇയാളെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യിക്കുക എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ളത് കാര്യങ്ങളും കൂടി ഇയാൾ യാതൊരു അറപ്പോ മടിയോ ഇല്ലാതെ ചെയ്യും. എല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെയും കൂടി സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ആണ് അത് ഈ ശനിയുടെ സ്വാധീനമാണ്. ശനിക്ക് രാജാവാകാനും ചക്രവർത്തിയാകാനും സാധിക്കും, അടിമപ്പണി ചെയ്യാനും സാധിക്കും. അത് തന്നെ ഇവരുടെ ക്യാരക്ടർ. ഇതൊന്നും ഒരു മോശമായിട്ടൊന്നും ഇത് നിങ്ങൾക്ക് വേണ്ടി, ഇത് അമ്മയ്ക്ക് വേണ്ടിയല്ലേ, അച്ഛന് വേണ്ടിയല്ലേ, അല്ലെങ്കിൽ ഇത് എൻ്റെ അനിയന് വേണ്ടിയിട്ടല്ലേ, എനിക്കതിലൊരു പ്രശ്നമില്ല എന്ന് അതിനെ വളരെ സിമ്പിളായിട്ട് കണ്ടിട്ട് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ വലിയ ക്വാളിറ്റികളിലൊന്നുമാണത്. ഇങ്ങനെ അത് ഈ ശനിയുടെ സ്വാധീനം കൊണ്ടാണ്. അതേ സമയത്ത് പിന്നെ ഈ ചില സമയത്തുണ്ടല്ലോ അനങ്ങാപ്പാറ നയമാണ്. അതെ, ഒന്നും ചെയ്യാൻ വയ്യ, ഒട്ടും ആക്റ്റീവല്ല, എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് ചീഞ്ഞ് ഉറക്കം തൂങ്ങി ഇങ്ങനെ ഒരു ക്യാരക്ടർ. ഇത് രണ്ടുപേരിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ജലരാശിയാണ്. ഞാൻ പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പെൺകുട്ടികളോട് പറയാറുണ്ട്, ഇങ്ങനെ ചില രാശികളുണ്ട് നമുക്ക്. അതിലൊന്നാണ് മകരരാശി. ഇതൊക്കെ കല്യാണാലോചന വരുമ്പോൾ നല്ലോണം അന്വേഷിച്ചിട്ട് വേണം മക്കളെ കല്യാണം കഴിക്കാൻ. കാരണം എവിടെയെങ്കിലും വെള്ളം കണ്ട ആ സൈഡിലേക്ക് അവർ നീങ്ങി പൊക്കോളും, മറ്റേ വെള്ളം അത് തന്നെ. അപ്പോൾ ഈ മദ്യം അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളോടൊക്കെ കുറച്ച് ആസക്തി കൂടുതലുണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിലേക്കൊക്കെ പോയി ഇവർ മൃദുവായിട്ടുള്ള ആളുകളാണ്. അപ്പം എത്ര വേണമെങ്കിലും പൈസ ചിലവാക്കാം, ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിനൊന്നും ഒരു കണക്കും വെക്കില്ല, കൊടുക്കൽ വാങ്ങലിനൊന്നും യാതൊരു മടിയും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരെ ഇതിലേക്ക് പോകും എന്നുള്ളത് തന്നെയല്ല, ഇവരെ ഉപയോഗിക്കും, മുതലെടുക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ മുതലെടുക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ ഇത്രയും ഇനിയും ഉണ്ട്. എപ്പോഴും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ പറ്റില്ല. അതൊരു ജോലി ആയാലും അതൊരു താമസിക്കുന്ന വീടായാലും സാധാരണഗതിയിൽ മനുഷ്യർ സ്ഥിരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരിടത്ത് ഇവർക്ക് നിൽക്കാൻ പറ്റും. അതായത് കുറച്ച് കംഫർട്ട് സോൺ നോക്കുന്ന ആൾക്കാരാണ്. കംഫർട്ട് സോൺ മാത്രമെന്നല്ല, എത്ര കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഇവരായിട്ട് വേണ്ട അടുത്തതിലേക്ക് പോകുന്നതായിരിക്കാം, അതല്ലെങ്കിൽ സാഹചര്യം കൊണ്ട്. ഒരേ ജോലിയിൽ ഇപ്പം ചില ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം 20 കൊല്ലമൊക്കെ കണ്ടിന്യൂസ് അവിടെ നിൽക്കില്ലേ, ഇതത് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റെമഡി ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രതിവിധിയായിട്ട് ഞാൻ പറയാറ്, എൻ്റെ അടുത്ത് വരുന്നവരോട് പറയാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജോലി ഒരു 10-20 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-50 വയസ്സ് വരെയൊക്കെ ഉദ്യോഗവും കുടുംബവും ഈ രീതിയിലാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പറയാറ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ജോലി സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കരുത്. ഒന്നുകിൽ ജോലി മാറേണ്ടി വരും, ഇല്ലെങ്കിൽ താമസ സ്ഥലം മാറേണ്ടി വരും. കുറച്ച് ഡിസ്റ്റൻസിൽ ആരെങ്കിലും എന്തിനാ ഇത്ര ദൂരം, എല്ലാ ദിവസവും ഇത്രയും ദൂരം യാത്ര ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന തരത്തിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതല്ല എങ്കിൽ രണ്ടും തൊട്ട് അടുത്ത വളരെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ആ ജോലി വിടേണ്ടി വരും, ആ സാഹചര്യങ്ങൾ അങ്ങനെ സംഭവിക്കും. അതല്ല എങ്കിൽ ഇതല്ല എങ്കിൽ സ്ഥിരമായിട്ട് ധാരാളം യാത്ര ചെയ്യേണ്ടി വരിക, യാത്രയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക, ഇതെല്ലാം ഇവരുടെ പ്രത്യേകതകളാണ്. ഉത്രാടം നാളുകാർ ഒരുപാട് പ്രത്യേകതകളുള്ള സാത്വികമായിട്ടുള്ള കുറച്ച് മനുഷ്യരാണ്. അതെ, അവരെ ഞാൻ പറയാം, പ്രകോപിപ്പിക്കാതെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ നന്മ മുഴുവനും അനുഭവിക്കാൻ കൂടെ നിൽക്കുന്നവരെ. ഒരു വ്യക്തിയുടെ നന്മ തിന്മ എന്ന് പറയുന്നത് ആ വ്യക്തിക്കല്ല സത്യത്തിൽ. നമ്മൾ ഒരുങ്ങുന്നത് നമുക്ക് കാണാനല്ല, അല്ലേ?
നമ്മളല്ലല്ലോ നമ്മളെ കാണുന്നത്, മറ്റുള്ളവരല്ലേ എന്ന് പറയുന്നത് മാതിരിയാണ്. നമ്മളൊരു നല്ല ക്യാരക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം സത്യത്തിൽ നമ്മളെക്കാൾ അനുഭവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ഇടപെടുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഉത്രാടക്കാരെ അവരോട് ഇടപെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർ വളരെ നന്മയുള്ള മനുഷ്യരാണ്. ആ നന്മ മുഴുവൻ നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവരെ വളരെ നയത്തോടു കൂടി കൊണ്ടുപോകും. ഇത്ര നല്ല സ്നേഹിതനെന്നോ ഭർത്താവെന്നോ മകനെന്നോ സഹോദരനെന്നോ ഇതിലും നല്ല ഒരാളെ കിട്ടില്ല. പെൺകുട്ടികളായാലും അങ്ങനെ തന്നെ. ശരി മാഡം, നന്ദി.